വാഹന ഇൻഷുറൻസിൽ നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസെങ്കിലും ഇല്ലാതെ വാഹനം യാതൊരു കാരണവശാലും റോഡിൽ ഇറക്കരുത്. കാരണം തേർഡ് പാർട്ടി ക്ലെയിം വന്നാൽ ചിലപ്പോൾ കുടുംബം എഴുതി വിറ്റാൽ പോലും കോടതികൾ വിധിക്കുന്ന ലക്ഷങ്ങൾ അഥവാ കോടികൾ നൽകാൻ കഴിയാതെ വരും എന്ന കാര്യം ഓർക്കുക. അത് വെച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് വലിയ തുക ആകില്ല എന്ന കാര്യവും മറക്കാതിരിക്കുക. ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ചെറിയ തുക മുടക്കി ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും എടുക്കുന്നത്? തേർഡ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം, ഇതെന്താണെന്ന്. ചിലർ കരുതും ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി എന്നീ വേറെ 2 ഇൻഷുറൻസുകൾ ഉണ്ടെന്ന്. അങ്ങനെയുള്ളവർ ഇൻഷുറൻസ് കമ്പനികളിൽ ഫസ്റ്റ് പാർട്ടിയുടെയും സെക്കൻഡ് പാർട്ടിയുടെയും തേർഡ് പാർട്ടിയുടെയും പ്രീമിയം ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി എന്നീ 2 ഇൻഷുറൻസുകൾ ഇല്ല എന്ന വസ്തുതയാണ്. തേർഡ് പാർട്ടി എന്തെന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. അതായത്, എനിക്ക് സ്വന്തമായി ഒരു വാഹനമുണ്ടെന്ന് കരുതുക. ഞാൻ ആ വാഹനം ഓടിച്ച് റോഡിലേക്ക് ഇറക്കുന്നു. അപ്പോൾ റോഡിൽ ധാരാളം ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ധാരാളം വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. റോഡിന് ഇരുവശവും കടകമ്പോളങ്ങൾ കാണും, ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും റോഡിന് വശങ്ങളിൽ കാണാം. ഇവിടെ ഞാൻ റോഡിലേക്ക് വാഹനം ഇറക്കിയപ്പോൾ ചില കാഴ്ചകൾ കണ്ടില്ലേ? അതായത് വഴിയാത്രക്കാർ, കടകൾ, മറ്റ് വാഹനങ്ങൾ, പിന്നെ റോഡിന് വശങ്ങളിൽ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും. ഇവയെല്ലാം തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ തേർഡ് പാർട്ടിയുമായി എൻ്റെ വാഹനം കൂട്ടിമുട്ടിയാൽ കേസാകും. കോടതി ലക്ഷങ്ങളോ കോടികളോ വിധിക്കും. നമുക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഉണ്ടെങ്കിൽ കോടതി വിധിക്കുന്ന ഭീമമായ തുക ആ ഇൻഷുറൻസ് കമ്പനി നൽകിക്കൊള്ളും. അങ്ങനെ നമുക്കുണ്ടാകുന്ന വലിയ ബാധ്യത ഒഴിവായി കിട്ടുകയും ചെയ്യും. തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ചും അതിൻ്റെ ഗൗരവത്തെപ്പറ്റിയും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മനസ്സിലേക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.